Hi everyone. Today we are going to discuss about DuPont control chart. What is DuPont control chart? It is called as such because DuPont Company of USA first used it. The various factors affecting return on investment are illustrated through this chart. ROI represent the earning power of the business. ഡ്യൂപോണ്ട് കൺട്രോൾ ചാർട്ട് ഫസ്റ്റ് യൂസ് ചെയ്തത് ഡ്യൂപോണ്ട് കമ്പനി ഓഫ് USA ആണ്. അതുകൊണ്ടാണ് അത് ഡ്യൂപോണ്ട് കൺട്രോൾ ചാർട്ട് എന്നറിയപ്പെടുന്നത്. റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റിനെ എഫക്റ്റ് ചെയ്യുന്ന ഡിഫറെൻറ്റ് ഫാക്ടേഴ്സ് ഇല്ലുസ്ട്രേറ്റ് ചെയ്യുന്നതാണ് ഈ ചാർട്ടിലൂടെ. അപ്പോൾ ഈ ചാർട്ടിനകത്ത് ROIനെ എഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയാണോ അത് ഇല്ലുസ്ട്രേറ്റ് ചെയ്യുന്ന ഒരു ചാർട്ടാണ്. ഇതിനകത്ത് ROI എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ബിസിനസ്സിൻ്റെ അല്ലെങ്കിൽ ഒരു കമ്പനിയുടെ ഏർണിംഗ് പവർ റെപ്രസെൻറ്റ് ചെയ്യുന്ന റേഷ്യോ ആണ് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ്. അവരുടെ ടോട്ടൽ ഇൻവെസ്റ്റ്മെൻറ്റിൽ അവർ എത്ര ക്യാപിറ്റൽ എംപ്ലോയ് ചെയ്തിട്ടുണ്ട്, എത്രയാണ് അവർ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത്, അതിൻ്റെ മുകളിൽ അവർക്ക് എത്രത്തോളം റിട്ടേൺ കിട്ടുന്നുണ്ട് എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യലാണ് നമ്മൾ ROIയിലൂടെ ചെയ്യാറുള്ളത്. സോ ROI റെപ്രസെൻറ്റ് ഏർണിംഗ് പവർ ഓഫ് ബിസിനസ്. നെറ്റ് പ്രോഫിറ്റ് റേഷ്യോ ആൻഡ് ക്യാപിറ്റൽ ടേൺ ഓവർ റേഷ്യോ. ഇങ്ങനെ ഈ രണ്ട് റേഷ്യോനെ എഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സാണ് ROIനെ എഫക്റ്റ് ചെയ്യുന്നത്. കാരണം ഈ രണ്ട് റേഷ്യോയിൽ നിന്നാണ് ROI ഡിറൈവ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നെറ്റ് പ്രോഫിറ്റ് റേഷ്യോ എന്ന് പറയുമ്പോൾ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് വെച്ച് ചെയ്യുന്നതാവാം. അത് ക്യാപിറ്റൽ ടേൺ ഓവർ റേഷ്യോ. ഈ രണ്ട് റേഷ്യോയിൽ നിന്നാണ് ഇത് ഡിറൈവ് ചെയ്യുന്നത്, ROI ഡിറൈവ് ചെയ്യുന്നത്. എ ചേഞ്ച് ഇൻ എനി വൺ ഓഫ് ടു റേഷ്യോസ് വിൽ ചേഞ്ച് ദ ബിസിനസ് ഏർണിംഗ് പവർ ആൻഡ് ദേ ആർ എഫക്റ്റഡ് ബൈ മെനി ഫാക്ടേഴ്സ്. The chart shown below exhibit that ROI is affected by a number of factors. Any change in these factors will affect the return on capital employed. അപ്പോൾ ROIനെ എഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഇല്ലുസ്ട്രേറ്റ് ചെയ്യുന്ന ചാർട്ടാണെന്ന് പറഞ്ഞു. ആ ചാർട്ടിൽ കാണിക്കുന്ന ഓരോ ഫാക്ടേഴ്സിലും വരുന്ന മാറ്റങ്ങൾ ROIനെ എഫക്റ്റ് ചെയ്യും. എന്തെങ്കിലും ഒരു ചേഞ്ച് രണ്ട് റേഷ്യോയിൽ വരികയാണെങ്കിൽ ബിസിനസ്സിൻ്റെ ഏർണിംഗ് പവറിൽ ആ ചേഞ്ച് ഉണ്ടായിരിക്കും. ദാറ്റ് ഈസ് ROIയിൽ ചേഞ്ച് ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ അതിനെ എഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് പറയുന്നത് ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ടായിരിക്കും. ROIനെ എഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ്. ആൻ ഇൻവെസ്റ്റർ ക്യാൻ യൂസ് ഡ്യൂപോണ്ട് അനാലിസിസ് ലൈക്ക് ദിസ് ടു കമ്പയർ ഓപ്പറേഷണൽ എഫിഷ്യൻസി ഓഫ് ടു സിമിലർ ഫേംസ്. മാനേജേഴ്സ് ക്യാൻ യൂസ് ഡ്യൂപോണ്ട് അനാലിസിസ് ടു ഐഡൻറ്റിഫൈ സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ് ദാറ്റ് ഷുഡ് ബി അഡ്രസ്ഡ്. അപ്പോൾ ROI എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഫേമിൻ്റെ റിട്ടേൺ, ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ടിന് മുകളിൽ എത്രത്തോളം റിട്ടേൺ ആ ഫേമിന് കിട്ടുന്നുണ്ട് എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യാനാണ് ROI ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇൻവെസ്റ്റേഴ്സ് ഇത് യൂസ് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ആ ഫേമുകളുടെ ഡിഫറെൻറ്റ് ഫേമിൻ്റെ ഒരേ ഇൻഡസ്ട്രിയിലുള്ള ഡിഫറെൻറ്റ് ഫേമുകളുടെ ഓപ്പറേഷണൽ എഫിഷ്യൻസി കമ്പയർ ചെയ്യാൻ അവർക്കത് യൂസ് ചെയ്യാം ഇൻവെസ്റ്റേഴ്സിന്. അതേപോലെ മാനേജേഴ്സിന് ഡ്യൂപോണ്ട് അനാലിസിസ് യൂസ് ചെയ്യുന്നത് ഓരോ കമ്പനിയുടെ ഓപ്പറേഷണൽ എഫിഷ്യൻസി മനസ്സിലാക്കാനും അവരുടെ സ്ട്രെങ്ത് എത്രത്തോളം ഉണ്ട്, വീക്ക്നെസ് എന്തൊക്കെയാണെന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യാൻ മാനേജേഴ്സിന് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ വീക്ക്നെസ്സും സ്ട്രെങ്ത്തും മനസ്സിലാക്കി കഴിഞ്ഞാൽ സ്ട്രെങ്ത്തിൽ കൂടുതൽ സ്ട്രെസ് ചെയ്ത് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും, വീക്ക്നെസ് അവോയ്ഡ് ചെയ്യാൻ പറ്റും അല്ലേ. അപ്പോൾ സ്ട്രെങ്ത്തും വീക്ക്നെസ്സും ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് മാനേജേഴ്സിനെ ഈ ചാർട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ROI എന്നുള്ള ചാർട്ട് ഇങ്ങനെയാണ് ഇല്ലുസ്ട്രേറ്റ് ചെയ്യുന്നത്. ROI അതായത് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ്. റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് രണ്ട് റേഷ്യോയിൽ നിന്ന് ഡിറൈവ് ചെയ്തതാണ്. ഒന്ന് നെറ്റ് പ്രോഫിറ്റ് മാർജിൻ, നെക്സ്റ്റ് ക്യാപിറ്റൽ ടേൺ ഓവർ റേഷ്യോ. നെറ്റ് പ്രോഫിറ്റ് മാർജിൻ എന്ന് പറയുമ്പോൾ നെറ്റ് പ്രോഫിറ്റ് റേഷ്യോ നമുക്ക് പറയാം. ഓക്കെ, നെറ്റ് പ്രോഫിറ്റ് റേഷ്യോ ആൻഡ് ക്യാപിറ്റൽ ടേൺ ഓവർ റേഷ്യോ ഈ രണ്ടിൽ നിന്നാണ് ഡിറൈവ് ചെയ്യുന്നത്. അപ്പോൾ നെറ്റ് പ്രോഫിറ്റ് റേഷ്യോ ഇൻറ്റു ക്യാപിറ്റൽ ടേൺ ഓവർ റേഷ്യോ. ഓക്കെ, അപ്പോൾ ഇൻറ്റു ക്യാപിറ്റൽ ടേൺ ഓവർ റേഷ്യോ. അപ്പോൾ നെറ്റ് പ്രോഫിറ്റ് റേഷ്യോ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഇക്വേഷൻ എന്താണ്? നെറ്റ് പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ സെയിൽസ്. ഓക്കെ, നെറ്റ് പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ സെയിൽസ്. ക്യാപിറ്റൽ ടേൺ ഓവർ റേഷ്യോ എന്ന് പറഞ്ഞാൽ എന്താണ്? സെയിൽസ് ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ എംപ്ലോയിഡ്. ഓക്കെ, സെയിൽസ് എന്ന് പറയുമ്പോൾ ആ കമ്പനിയുടെ എന്താണ്? റിട്ടേൺ ആണ് അല്ലേ. അതിൽ നിന്ന് സെയിൽസിലൂടെയാണ് റിട്ടേൺ വരുന്നത്, ഏർണിംഗ് വരുന്നത്. റവന്യൂ എന്ന് പറയാം നമുക്ക്. റവന്യൂ ജനറേറ്റഡ് ഫ്രം ഓപ്പറേഷൻ, അതാണ് ശരിക്കും സെയിൽസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആ റവന്യൂ ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ എംപ്ലോയിഡ്, അതേപോലെ നെറ്റ് പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ റവന്യൂ, അതാണ് സെയിൽസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി നെറ്റ് പ്രോഫിറ്റ് എങ്ങനെയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ നെറ്റ് പ്രോഫിറ്റിനെ എഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്? സെയിൽസ് നിന്ന് CGS ലെസ് ചെയ്താൽ നമുക്ക് ഗ്രോസ് പ്രോഫിറ്റ് കിട്ടും. ഗ്രോസ് പ്രോഫിറ്റിൽ നിന്ന് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് ലെസ് ചെയ്താൽ നമുക്ക് പ്രോഫിറ്റ് കിട്ടും അല്ലേ. അപ്പോൾ ഈ പ്രോഫിറ്റിന് എഫക്റ്റ് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസിൽ ഒരുപാട് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് വന്നാൽ അവിടെ എന്ത് കുറയും?
പ്രോഫിറ്റ് കുറയും അല്ലേ. അതേപോലെ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കൂടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അവിടെ പ്രോഫിറ്റ് കുറയും. സെയിൽസ് കൂടിക്കഴിഞ്ഞാലോ പ്രോഫിറ്റ് കൂടുകയും ചെയ്യും. അപ്പോൾ ഓരോ ഫാക്ടേഴ്സിലും വരുന്ന മാറ്റം എന്തിനെ എഫക്റ്റ് ചെയ്യും, ഓരോ ഫാക്ടേഴ്സിൽ വരുന്ന മാറ്റം നെറ്റ് പ്രോഫിറ്റിനെയും അതേപോലെ നെറ്റ് പ്രോഫിറ്റിനെ മാറ്റം വരുത്തും. നെറ്റ് പ്രോഫിറ്റിന് മാറ്റം വരുത്തുക പറഞ്ഞാൽ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ടിൻ്റെ മുകളിൽ കിട്ടുന്ന റിട്ടേണിൽ ചേഞ്ച് വരും, ROIയിൽ ചേഞ്ച് വരും, ആ ഫേമിൻ്റെ എഫിഷ്യൻസിയിൽ മാറ്റം വരും. അതേപോലെ ക്യാപിറ്റൽ സെയിൽസ് നമുക്കറിയാം എങ്ങനെയാണ് എന്നുള്ളത്. ക്യാപിറ്റൽ എംപ്ലോയ്ഡ് എങ്ങനെ കാണുക, ഫിക്സഡ് അസറ്റിൻ്റെ കൂടെ കറണ്ട് അസറ്റ് ആഡ് ചെയ്ത് കറണ്ട് ലയബിലിറ്റി ലെസ് ചെയ്യാം അല്ലേ. അങ്ങനെ ഒരു ഇക്വേഷൻ നമുക്കറിയാം. എന്ന് വെച്ചാൽ കറണ്ട് അസറ്റ് എന്ന് കറണ്ട് ലയബിലിറ്റി ലെസ് ചെയ്ത് എന്താണ്, വർക്കിംഗ് ക്യാപിറ്റൽ അല്ലേ. അപ്പോൾ ഈ FA എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഫിക്സഡ് അസറ്റാണ് കേട്ടോ. അപ്പോൾ നിങ്ങളത് ഫിക്സഡ് അസറ്റ് എന്ന് തന്നെ എഴുതിക്കോളുക. ഫിക്സഡ് അസറ്റ് WC ഇവിടെ ഉദ്ദേശിക്കുന്നത് വർക്കിംഗ് ക്യാപിറ്റൽ. അപ്പോൾ നിങ്ങൾ നോട്ടിലേക്ക് ചാർട്ട് എഴുതുന്ന സമയത്ത് ഇങ്ങനെ തന്നെ എഴുതുക. എന്താണ്, ക്യാപിറ്റൽ എംപ്ലോയ്ഡിൻ്റെ താഴെ അരമാർക്ക് ഇട്ടിട്ട് എഴുതുക. ക്യാപിറ്റൽ എംപ്ലോയ്ഡ് എങ്ങനെ കിട്ടുന്നത്, ഫിക്സഡ് അസറ്റ് പ്ലസ് വർക്കിംഗ് ക്യാപിറ്റൽ. എന്നിട്ട് വർക്കിംഗ് ക്യാപിറ്റലിൻ്റെ നേരെ താഴേക്ക് എഴുതുക കറണ്ട് അസറ്റ് മൈനസ് കറണ്ട് ലയബിലിറ്റി. ക്ലിയർ ആണോ? അപ്പോൾ ക്യാപിറ്റൽ എംപ്ലോയ്ഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഫിക്സഡ് അസറ്റ് പ്ലസ് വർക്കിംഗ് ക്യാപിറ്റൽ. ദാറ്റ് മീൻസ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ കറണ്ട് അസറ്റ് മൈനസ് കറണ്ട് ലയബിലിറ്റിയാണ്. ഓക്കെ, അപ്പോൾ കറണ്ട് അസറ്റിൽ മാറ്റം വന്നു കഴിഞ്ഞാൽ വർക്കിംഗ് ക്യാപിറ്റലിൽ മാറ്റം വരും, ചേഞ്ച് വരും അല്ലേ. വർക്കിംഗ് ക്യാപിറ്റലും ഫിക്സഡ് അസറ്റിലും ചേഞ്ചസ് വന്നു കഴിഞ്ഞാൽ അത് ക്യാപിറ്റൽ എംപ്ലോയ്ഡിൽ ചേഞ്ചസ് വരും. ഇതിൽ ചേഞ്ച് വന്നാൽ ROIയിൽ ചേഞ്ച് വരും. അപ്പോൾ ക്യാപിറ്റൽ എംപ്ലോയ്ഡ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ എന്താണ്, ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ എന്താണ്, അതിൽ വരുന്ന ഓരോ ഫാക്ടേഴ്സും ROIനെ എഫക്റ്റ് ചെയ്യും. അതിൽ വരുന്ന ഓരോ ഫാക്ടേഴ്സിൻ്റെ ചേഞ്ചസ് ROIനെ എഫക്റ്റ് ചെയ്യും. അപ്പോൾ ഈ ഒരു ചാർട്ടിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഓരോ ഫാക്ടേഴ്സും, ഇതിനെ വീണ്ടും നമുക്ക് ഒരുപാട് മൈന്യൂട്ടായിട്ടുള്ള ഫാക്ടേഴ്സായിട്ട് എഴുതാം. ഓരോ ഫാക്ടേഴ്സും ആ ഫാക്ടേഴ്സിൽ വരുന്ന ചേഞ്ചസ് എന്തിനെ എഫക്റ്റ് ചെയ്യുന്നതായിരിക്കും, ROIനെ എഫക്റ്റ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഈ ROI എന്ന് പറയുന്ന റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് എക്സ്പ്ലെയിൻ ചെയ്യുന്ന, അതിനെ എഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഇല്ലുസ്ട്രേറ്റ് ചെയ്യുന്ന ചാർട്ടാണ് ഡ്യൂപോണ്ട് കൺട്രോൾ ചാർട്ട് എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? അതേപോലെ ഈ ROI ഡിറൈവ് ചെയ്യുന്ന കാര്യം നമ്മൾ പറഞ്ഞല്ലേ, എങ്ങനെ ഡിറൈവ് ചെയ്യുന്നത് നോക്കൂ. ഇപ്പോൾ നെറ്റ് പ്രോഫിറ്റ് റേഷ്യോ ഇൻറ്റു ക്യാപിറ്റൽ ടേൺ ഓവർ എന്ന് വെച്ചാൽ നെറ്റ് പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ സെയിൽസ് ഇൻറ്റു സെയിൽസ് ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ എംപ്ലോയ്ഡ് അല്ലേ. ഇതിൽ മുകളിലെ സെയിലും താഴെ സെയിലും കട്ട് ചെയ്ത് പോയാൽ സെയിൽസ് ഇല്ല, കട്ട് ചെയ്ത് പോയി. ഇനി ഇവിടെ ബാക്കി എന്താണുള്ളത്, പ്രോഫിറ്റ് അല്ലേ. പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ എംപ്ലോയ്ഡ്. പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ അന്ന് കിട്ടുന്ന ടോട്ടൽ ഏർണിങ്, വരുമാനം, ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ എംപ്ലോയ്ഡ്, അവർ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട്. ഇത് തന്നെയാണ് ROIയുടെ ഇക്വേഷൻ എന്ന് പറയുന്നത്, പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ എംപ്ലോയ്ഡ്. ഓക്കെ, ഇത് തന്നെയാണ് ROIയുടെ ഡെഫിനിഷൻ. അപ്പോൾ ഈ ഇക്വേഷനിൽ നിന്ന് ഇങ്ങനെയാണ് അത് ഡിറൈവ് ചെയ്തതെന്നും കൂടെ മനസ്സിലാക്കുക. ക്ലിയർ അല്ലേ? ഇനി ഇതിനകത്ത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക. ഓക്കെ, താങ്ക് യു.